അൽഹംദുലില്ലാ, ഇവിടെ പോത്തിറച്ചിയും പുരട്ടിയും തയ്യാറായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്ന് പോത്തിറച്ചിയും പുരട്ടിയും തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് പോത്തിറച്ചി ഇട്ട് കൊടുത്ത് അതിലേക്ക് സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മുക്കാൽ ഭാഗം പോത്തിറച്ചി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വീണ്ടും ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ പോത്തിറച്ചി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറി മസാലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ പോത്തിറച്ചി ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെയാണ് ഇത് വെക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ പോത്തിറച്ചി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുരട്ടി ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയിലേക്ക് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അത് അടുപ്പിൽ കുറച്ചുള്ള ഒഴിച്ച ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അടുപ്പിൽ വെച്ചെടുത്ത് വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യമായ മാവ് തട്ടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കൈ തട്ടാതെ ഇളക്കി കൊടുക്കണം. മാവ് കട്ട പിടിക്കാതെ കൈ തട്ടാതെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് പുറത്തെടുത്ത് നമുക്ക് മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ ചൂടുള്ളതിനാൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൈ നനച്ച് നമുക്കതിന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പണ്ടൊക്കെ ഒരട്ടിപ്പലകൾ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീടുകളിൽ ഒരട്ടിപ്പല ചെയ്യുന്നുണ്ട്. അതിന് നമുക്കൊരു പാത്രത്തിൻ്റെ മൂടിയെടുത്ത് അതിൻ്റെ മുകളിലൊരു തുണി വിരിച്ച് നമുക്ക് നല്ലപോലെ പരത്തിയെടുത്ത ശേഷം എടുത്തതിന് ശേഷം നമുക്ക് പുരട്ടി ആ തുണിയിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് പുരട്ടിച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് പുരട്ടിച്ചട്ടിയിലിട്ട് നമുക്ക് പുരട്ടി ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണേണ്ടവർക്ക് അതിൽ കാണാം.